തിരുവനന്തപുരംകാരുടെ ഒരു സ്വപ്നമാണ് ലൈറ്റ് മെട്രോ പ്രോജക്റ്റ്. മെട്രോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഓരോ നാട് നമ്മൾ പോയി കാണണം. ഇപ്പം എൻ്റെ 2 കൂട്ടുകാരും മിനിങ്ങാന്ന് ജപ്പാനിൽ പോയിട്ട് വന്നതാണ്. അവർ പറയുന്ന ഒരു ടെക്നോളജി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളിപ്പോഴും പഴയ അന്ത്യക്രിസ്തുവിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളിപ്പോഴും ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊന്നും അങ്ങോട്ട് ആയിട്ടില്ല. അവിടെയൊക്കെ 250-300 കിലോമീറ്റർ 30 മിനിറ്റ് 40 മിനിറ്റാണ് അവരുടെ സ്പീഡ്. അതുപോലെയുള്ള കൊറിയ പോലെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ വീട് ഇതാണ്. നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങ് താഴെ ഇറങ്ങുന്നു. അവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും, നമ്മുടെ ഓഫീസുകളുണ്ടാവും, ഈ വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരു വണ്ടിയുടെയും ഒരു ബസ്സിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരിടത്തും പോകണ്ട. അവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് നമ്മുടെ മെട്രോയിൽ നമുക്ക് ഇനി വരികയും ചെയ്യാം. അപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള ലൈഫ് സെക്യൂരിറ്റി, നമുക്ക് അതുപോലുള്ള എല്ലാ സംവിധാനങ്ങൾ ഇതൊക്കെ ചെയ്തു തരുന്നതാണ് രാജ്യം എന്ന് പറയുന്നതും രാഷ്ട്ര തലവന്മാരെന്ന് പറയുന്നതും അധികാരികളെന്ന് പറയുന്നത്. ഇവിടത്തെ പോലെയുള്ള രാഷ്ട്രീയക്കാരോ ഇവിടത്തെ പോലെയുള്ള ആൾക്കാരോ അല്ല. അവര് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരാണ്. നമ്മൾ 100-150 വണ്ടിയുടെ അകമ്പടിയോടുകൂടി വളരെ ആഡംബരമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് നമ്മളും അവരും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. ലൈറ്റ് മെട്രോ വരുമോ ഇല്ലയോ? ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ലൈറ്റ് മെട്രോ വരേണ്ട സമയം നമുക്ക് കഴിഞ്ഞു. വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നു. അല്ലാതെ എന്ത് പറയാനാണ്.